ഒറ്റ പ്രശ്നം, കൽബിൽ അള്ളാഹു ഉണ്ടോ? നീ ജീവിച്ചവനാണ്. കൽബിൽ അള്ളാഹു ഇല്ലേ? നീ മരിച്ചവനാണ്. ജീവിച്ചവൻ എന്ത് നടക്കും, മരിച്ചവന് ഒന്നും നടക്കൂല. ഓ, അപ്പൊ ഒരാൾ ഇനി ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. ഒരാളെ കയ്യിൽ എന്ത് കിട്ടി? ഊരിപ്പിടിച്ച വാൾ. ഒന്ന് പറയണ മോനെ, പറഞ്ഞ അരിയുടെ കുട്ടിയൊക്കെ. ഒരാളുടെ കയ്യിൽ വാള് കിട്ടി. ആ വാൾ അയാൾ ഊരിപ്പിടിച്ച് ഇങ്ങനെ തുള്ളിച്ചു. പക്ഷെ അയാൾക്ക് ഒന്നും നടക്കൂല. എന്തുകൊണ്ട്? ചത്തോന്നും നടക്കൂലല്ലോ. ഇനി വേഗം പറ. അയാൾ ഉറങ്ങി കിടക്കാണ്, അയാൾക്കൊന്നും നടക്കാത്തതുമില്ല. എന്തുകൊണ്ട്? അയാൾ നിറയെ കൽബ് എന്താണ്? അല്ലാഹ്. എന്താ വർത്താനം പറയാള്? ഒന്നുകൂടി പറയും. അതിന് ഞാൻ എഴുതി കൊണ്ടല്ലോ, ചത്തോനൊന്നും നടക്കൂല, ജീവിച്ചോനൊന്നും നടക്കാതിരിക്കൂല. തീരുമാനിക്കാദ്യം. തീരുമാനിക്കാലോ? തീരുമാനിക്ക്. ചത്തവനൊന്നും നടക്കൂല എന്നുള്ള ഇനി പരീക്ഷ പാസാണോ? ചത്തവനൊന്നും ഒന്നുറക്കെ പറയോ. ചത്തവനൊന്നും നടക്കൂല. അത് ഉറപ്പല്ലേ? നിങ്ങൾ സമ്മതിച്ചേ? ചത്തവനൊന്നും നടക്കൂല. ആ ചത്തവനെ കണ്ട് അയാൾ കയ്യിൽ എന്ത് കിട്ടി? വാള് കിട്ടി. ശത്രു മുന്നിൽ കിടക്കുക, ഉറങ്ങുക. അയാൾ വാൾ ഊരി വാളിനെ തുള്ളിച്ചു. ഈ ശത്രുവിന്റെ കഴുത്ത് വെട്ടിയത്. പക്ഷെ അയാൾക്കതൊന്നും നടന്നില്ല, നടക്കൂല. എന്തുകൊണ്ട്? ചത്തോനൊന്നും നടക്കൂല. ഞാന് ഉറങ്ങിയിരുന്നു. പ്രസ്തേക്കൊടുത്തു. അങ്ങനെ ഉണർന്നപ്പോ അയാളെ കയ്യിലിന്റെ വാള. അയാൾ ഇങ്ങനെ തുള്ളിച്ചിട്ട് ഊരി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്റെ തൊട്ട് മുന്നിൽ. അപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു, താങ്കൾ ഇപ്പോൾ എന്റെ വാളിൽ നിന്ന് ആരാണ് തടയുക മുഹമ്മദ്? അതോടുകൂടി അയാളുടെ കയ്യിൽ നിന്ന് വള. എന്തുകൊണ്ട് മോനെന്തില്ല? ജീവല്ല. ജീവനിങ്ങനെ കുടിക്കാൻ കഴിയും. കൽബടിച്ചത് മോനൊക്കെ കൽബടിച്ചത്. ഇതന്നെ കൂടുതൽ വർത്താനം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത്തിരി വർത്താനം, കൂടുതൽ വർത്താനിക്കണ്ട. ജീവിക്കണം, മരിക്കണം എന്ന തീരുമാനിച്ചോളി. കൽബിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബ് അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. പറഞ്ഞാൽ തീരുമാനം. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബിൽ അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. ഒക്കെ പറയാം. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല. താജുസ്കരിക്കാം, ശരിയുണ്ടാവില്ല. 1.25 നൂറ്റാണ്ടായി മുസ്ലിമിനെ കിട്ടി മുതൽ താജുസ്കാരം ജീവല്ല. പുറത്തു പറയണം. അവരോട് പറയാനായിട്ടില്ല. അവരോട് പറയട്ടെ. മുസ്ലിം ലോകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടിട്ട് 1.25 നൂറ്റാണ്ടായി. ഫലസ്തീനു വേണ്ടി 40 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ ഫ്രാൻസ് ഈ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിട്ടുണ്ട്. 40 കൊല്ലം. ഒരു സഹായ. അയാളുടെ പേര് ക്രിസ്ത്യാനിയ. അയാളുടെ പേര് ജോർജ് അബ്ദുള്ള ഇബ്രാഹിം ആണ്. ക്രിസ്ത്യാനിയ, പക്ഷേ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയ. എത്ര വർഷം? 1984 അയാളെ കുറിച്ച് 41 വർഷം. 1984 അയാളെ ഫ്രാൻസ് അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? മൊസാദിനെതിരെ വക്കീൽ വരാൻ കാരണത്താൽ. മൊസാദിന്റെ ഒരു സൈനിക കമാൻഡർ അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അയാൾ PLOയുടെ ഒരു സഹായിയ. അയാൾ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. 41 വർഷത്തിലാണ് അയാൾ പുറത്തുവിടുന്നത്. 40 വർഷം ജയിലിൽ കിടന്നു. 1984 ഇത് എത്രയാ? ഇത് 2025 2025 പുറത്തുവിട്ടപ്പോൾ അയാൾ ഒരു പത്രക്കാർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും മരിച്ചുപോയ ജനത മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന ആളുടെ ജനതയാണ് ഇപ്പോൾ. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അയാൾ നമുക്കില്ല. എന്താണ് പറയുന്നത്? ഞാൻ പറയേണ്ട എന്താ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഞാൻ ഒന്നുമില്ല. എത്ര കൊല്ലപ്പേള് ഞാൻ ഫ്രാൻസ് ഈ ആഴ്ച പുറത്തുവിട്ടു. ഈ ആഴ്ച ഞാൻ അയാളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നു ഇൻഷാ അല്ലാഹ്. ജോർജ് അബ്ദുള്ള ഇബ്രാഹിമിനെ ഈ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടു. ഫ്രാൻസ് എത്ര കൊല്ലം വെളിച്ചം കാണാതെ ഇരുട്ടറ കിടന്നു. എത്ര കൊല്ലം? 41 കൊല്ലം ജയിലിൽ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് നിങ്ങളുടെ വീക്ഷണം എന്ന് ചോദിച്ചു ഫലസ്തീനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു, ഫലസ്തീന് മോചനം ഉണ്ടാവണമെങ്കിൽ അവരുടെ സഹോദരന്മാർക്ക് ബോധമുണ്ടാവണം. കാരണം അവർക്ക് ബോധമില്ല, അവർ മരിച്ചുപോയി. എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന ലോകം കണ്ട വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ്. അവർ മരിച്ചിറക്കാൻ നൂറ്റാണ്ടിലേറെ അവർ മരിച്ചിറക്കാൻ. അല്ല പറഞ്ഞത് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി മരിച്ചതാണ്. അയാൾക്ക് കോട്ടും കയ്യൊക്കെ ഇട്ട് നല്ല ജെന്റൽമാനായി അറസ്റ്റ് ചെയ്ത് അമ്മ വെച്ച് കൊണ്ടുപോകുന്ന ഫോട്ടോ നെറ്റിലുണ്ട്. ആദ്യമൊക്കെ വയസ്സനായി ഇപ്പൊ ജയിലിൽ ഫോട്ടോ നെറ്റിലുണ്ട്. നോക്കി കുറെ നെറ്റിലും കളിക്കുന്നുണ്ടല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ബോധം പോലും മുസ്ലിമി ഇല്ലാതെ വന്നാൽ ഞാൻ പിന്നെ ഈ 2 ദിവസത്തിന്റെ ചിന്ത എന്താ മുസ്ലിമിനെ കിട്ടിയത്? മുസ്ലിമീങ്ങൾക്ക് ദീൻ നഷ്ടപ്പെടുകയും തഹജ്ജുദ് കിട്ടുകയും ചെയ്തു. പണ്ടുള്ള ആൾക്ക് ദീനുണ്ട്, തഹജ്ജുദില്ല. അവർക്ക് നേരത്തെ പണി, അവർക്ക് തഹജ്ജുദ് നേരമില്ല. നമുക്ക് പകൽ ഉറങ്ങണം അതുകൊണ്ട് രാത്രി തഹജ്ജുദിന് ബുദ്ധിമുട്ടില്ല. നമുക്ക് പണിയില്ല. നമുക്കിപ്പോൾ വരാനുള്ള കാരണം എന്താ? നിങ്ങൾ മഹാന്മാരായി ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ടാണ്. ഇതിൽ കൂടുതൽ തന്നെ ചില ആളുകളെ ഞാൻ കണ്ടു. കഴിഞ്ഞ ക്ലാസ് കണ്ടില്ല, പണി തന്നെ സാർ അർജന്റായിട്ട്. അപ്പം നന്നായി ചെയ്താൽ ചിലർ സ്ഥിരമായി വരുന്നുണ്ട്. സ്ഥിരമായി പണിയില്ല. ഒരു പണിയില്ല. തഹജ്ജുദ് കഴിഞ്ഞ 13 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾക്ക് ഇത്ര തഹജ്ജുദില്ല. ഇപ്പൊ തഹജ്ജുദില്ലാത്ത വീടില്ല, ദീനില്ല. എന്തുണ്ട്? തഹജ്ജുദുണ്ട്. ഒരു അറബ് രാജ്യത്ത് നിന്ന് ലീവിൽ വന്ന ഒരാൾ ഈ ആഴ്ച എന്നെ കണ്ടു. അതുകൊണ്ട് എന്താ ഇനി ഒറ്റ പറഞ്ഞ ആളാണ് തെളിവുകൾ കിട്ടുന്നത്. അയാൾ എന്നോട് ശരി പറഞ്ഞു, അതെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല.
ലോകത്തെ ഏറ്റവും വ്യഭിചാരം നടക്കുന്ന നാട് ഇന്ന് അറബ് നാടാണെന്നത് എന്റെ അനുഭവ സാക്ഷ്യം. അത്ര നശ്വി ഈ ആഴ്ച അള്ളാഹു മഷാദ്, അള്ളാഹു സാക്ഷ്യം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രാജ്യത്തുണ്ട്, വ്യഭിചാരമുണ്ട്, ശരിയാറുണ്ട്. ഈ കൂട്ടത്തിലുണ്ടാവാൻ 90% സാധ്യതയുള്ള വ്യക്തി ഈ പണ്ടത്തിനാണ് വീട്. മറ്റൊരു വെച്ച് പറഞ്ഞാൽ അയാൾ നിങ്ങളോട് പറയും അയാൾക്ക് സൂക്കിലാണ് പണി, ഒരാളുടെ നാട്ടിൽ സൂക്കിലാണ് അയാൾക്ക് പണി. വളരെ ചിന്തിക്കണം. അങ്ങനെയുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുണ്ടോ? ഹലോ, ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ കുറച്ച് മാന്മാരുണ്ട്, അവിടെ ഒട്ടം പറയാൻ ഇതിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി പറഞ്ഞാൽ എന്നോട് പറയുന്നത് എനിക്ക് അന്തമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ ജാതി ദോഷങ്ങളാണ്. എല്ലാ വിഷയം എന്താണ്? അള്ളാഹു മനുഷ്യന്റെ കൽപ്പന എടാ കിതാബായും താടിയൊക്കെ കൂട്ടിത്തിരിയിട്ട് ഒരു കാര്യമായി എന്റെ കൽവിൽ ആര് വേണം? അതാ ചേകനോട് വാദപ്രകാരം നടത്താൻ പോയി തോറ്റു പോകുന്നു ഹിന്ദു സ്ഥാനം കാപ്പിൽ മത്സ്യാർ അള്ളാഹു മക്ക. ആ വാക്കിന് മറ്റാപേരുകൾ പറയുന്നത് സംസ്ഥാന കേന്ദ്ര നന്നായി മരിച്ചു ഹിന്ദുസ്ഥാൻ കാപ്പിൽ മത്സ്യാർ. ആ മനുഷ്യനായി ഇരിക്കണേ. എനിക്കൊരു അൽഫോർ ഹിന്ദുസ്ഥാൻ ആ മനുഷ്യൻ തോറ്റു പോകുന്നു. ആരും വാദപ്രകാരം നടത്താൻ പോയി അസംബ്ലി വരുന്നു. അസംബ്ലി സംഘടന എത്തിയില്ല. കാലിയാവേ പിന്നെ സ്ഥലം കയറുന്നത് സ്ഥലം തോറ്റു. കാരണം സ്ഥലം വസം തുടങ്ങിയില്ല. വാദഘട്ടത്തിന്റെ ആശാന ആയി ചേകനിൽ തോറ്റു. ചേകനും ജയിച്ചു, പുസ്തകം വെച്ചു. മറ്റൊരു അയാൾ കാട്ടി വിട്ടില്ല. ചിന്തിക്കണം. കണ്യത്തിന്റെ ദിവസം ചേകനിൽ പഠിക്കാൻ വേണ്ടി കണിത്ത ആൾക്ക് മാറി നോക്കും പഠിച്ചോണ്ടാവും. അപ്പോൾ വേറെ അബ്ദുള്ള കുട്ടിയുണ്ടായിരുന്നു. അബ്ദുള്ളയും ചേകനൂർ ചെങ്ങായിപ്പോൾ പറഞ്ഞു, അബ്ദുള്ളയോട് പറഞ്ഞു അവനോട് ചെങ്ങാത്തം കെട്ടണ്ട കേട്ടോ, ചെങ്ങായിയാക്കാൻ പറ്റൂല. അന്ന് ചേകനൂരായിട്ടില്ല. ഡെറിസ് പഠിക്കാൻ കാലത്ത് ആരും കണ്ണിയത് ഇതിന്റെ സ്ഥലം പറഞ്ഞു. കപ്പിൾ പ്രൊഫസർ എന്നോട് പലവട്ടം പറയാൻ പറഞ്ഞു. എന്താ പറഞ്ഞു മനസ്സിലായില്ല. പഠിക്കുന്ന കാലത്ത് കണ്ണിയത്ത് പറഞ്ഞു എന്നോട് ചെങ്ങായി കണ്ണിട്ടുണ്ടാത്തുള്ള അത് ശരിയില്ല. പഠിച്ചോട്ടെ. നിന്നോട് ഇൽമ കഴിക്കാൻ വന്നിട്ട് ഞാൻ ഇൽമ കൊടുത്തിട്ടില്ല എന്റെ പേര് ഒരാൾക്ക് കിടക്കണ്ട. റബ്ബ് എന്റെ ഇൽമ തുറയുന്നു അവനെ ഇതാത്തിലാക്കിയിരുന്നല്ലോ എന്ന് നാളെ റബ്ബ് പറയുമ്പോൾ ഞാൻ പരാജയപ്പെടണ്ട. വെള്ളങ്ങൾക്കൊക്കെ കൊടുക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ ഇച്ചു കൂടേണ്ട അതൊന്നാവില്ല. പിന്നെ കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടാണ് ചേകരലാണ്. ആയിരം കിതാബ് കലക്കി കുടിച്ചിട്ടൊന്നും കാര്യല്ലടാ. കൽപ്പിൽ ആര് വേണം? അല്ലാഹ്. തൊപ്പിയില്ല, താടിയില്ല, തലയെ കിട്ടൂല, പക്ഷെ കൽബിൽ ആരുണ്ട്? അല്ലാഹ്. ഒറ്റ പ്രശ്നം, കൽബിൽ അള്ളാഹു ഉണ്ടോ? നീ ജീവിച്ചവനാണ്. കൽബിൽ അള്ളാഹു ഇല്ലേ? നീ മരിച്ചവനാണ്. ജീവിച്ചവൻ എന്ത് നടക്കും, മരിച്ചവൻ ഒന്നും നടക്കൂല. ഓ അപ്പൊ ഒരാൾ ഇപ്പൊ ഇങ്ങനെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. ഒരാളെ കയ്യിൽ എന്ത് കിട്ടി? ഊരി പിടിച്ച വാൾ ഒന്ന് പറയണം മോനെ, തന്നെ അടിയിൽ കൂട്ടി വെക്ക്. ഒരാളുടെ കയ്യിൽ വാള് കിട്ടി. ആ വാൾ അയാൾ ഊരി പിടിച്ച് ഇങ്ങനെ തുള്ളിച്ചു. പക്ഷെ അയാൾക്ക് ഒന്നും നടക്കൂല. എന്തുകൊണ്ട്? ചത്തോന്നും നടക്കൂലല്ലോ. നീ വേഗം പറ. ഒരാൾ ഉറങ്ങി കിടക്കാണ്, അയാൾക്കൊന്നും നടക്കാത്തതുമില്ല. എന്തുകൊണ്ട്? അയാൾ നിറയെ കൽപ്പ് എന്താണ്? അല്ലാഹ്. എന്താ വർത്താനം പറയാള്? ഒന്നുകൂടി പറയും. അതിന് ഞാൻ എഴുതി പോണല്ലോ. ചത്തോനൊന്നും നടക്കൂല, ജീവിച്ചോനൊന്നും നടക്കാതിരിക്കില്ല. തീരുമാനിക്കാദ്യം തീരുമാനിക്കാനോ? തീരുമാനിക്ക്. ചത്തവനൊന്നും നടക്കൂല എന്നുള്ള ഇനി പൈസ പാസാണോ? ചത്തവനൊന്നും ഒന്നൊക്കെ പറയണോ? ചത്തവനൊന്നും നടക്കൂല. അതുറപ്പല്ലേ? നിങ്ങൾ സമ്മതിച്ചേ? ചത്തവനൊന്നും നടക്കൂല. ആ ചത്തോനെ കണക്കണ്ട്. അയാളെ കയ്യിൽ എന്ത് കിട്ടി? വാൾ കിട്ടി. ശത്രു മുന്നിൽ കിടക്കുക, ഉറങ്ങ. അയാൾ വാൾ ഊരി വാളിനെ തുള്ളിച്ചു. ഞാൻ ശത്രുവിന്റെ കയറ്റ് വെട്ടിയത്. പക്ഷെ അയാൾക്കതൊന്നും നടന്നില്ല, നടക്കൂല. എന്തുകൊണ്ടോ? ചത്തോനൊന്നും നടക്കും. ഞാന് ഉറങ്ങിയിരുന്നു. പ്രസ്തേക്കൊത്തു. അങ്ങനെയാ ഉണർന്നപ്പോ അയാളെ കയ്യിൽ എന്റെ വാള. അയാൾ ഇങ്ങനെ തുള്ളിച്ചിട്ട് ഊരി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്റെ തൊട്ട് മുന്നിൽ. അപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇപ്പോൾ എന്റെ വാളിൽ നിന്ന് ആരാണ് തടയുക മുഹമ്മദെ? അതോടുകൂടെ അയാളുടെ കയ്യിൽ നിന്ന് വളർന്നു. എന്തുകൊണ്ട് ഓനെന്തില്ല? ജീവല്ല. ജീവനെങ്ങനെ കുടിക്കാൻ കഴിയില്ല. കൽബിച്ചിട്ട് ഓൻ നടക്കണം. കൽബിച്ചിട്ടുണ്ട്. ഇതന്നെ കൂടുതൽ വർത്താനം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത്രയും വർത്താനം കൂടുതൽ വർത്താനിക്കണ്ട. ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിച്ചോളി. കൽബിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ മരിക്കൂല. കൽബ് അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. പറഞ്ഞാൽ തീരുമാനമായി. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബിൽ അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. ഒക്കെ പറയാം. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല. രാജ്യസ്കരിക്കാം. ശരി ഉണ്ടാവില്ല. 1.25 നൂറ്റാണ്ടായി മുസ്ലിമിനെ കിട്ടി മുതൽ രാജ്യസ്കാരം ജീവല്ല. പുറത്ത് പറയണ്ട. അവരോട് പറയാനായിട്ടില്ല. അതോട് പറയട്ടെ. മുസ്ലിം ലോകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടിട്ട് 1.25 നൂറ്റാണ്ടായി. ഫലസ്തീനു വേണ്ടി 40 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ ഫ്രാൻസ് ഈ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിട്ടുണ്ട്. 40 കൊല്ലം. അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല. ഒരു സഹായ. ആ പേര് ക്രിസ്ത്യാനിയ. അയാളുടെ പേര് ജോർജ് അബ്ദുള്ള ഇബ്രാഹിം എന്ന ക്രിസ്ത്യാനിയ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയ.
എത്ര വർഷം? 1984 അയാളെ പിടിച്ച് 41ാമത്തെ വർഷം. 1984 അയാളെ ഫ്രാൻസ് അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? മൊസാദിനെതിരെ വക്കീൽ എന്ന കാരണത്താൽ. മൊസാദിന്റെ ഒരു സൈനിക കമാൻഡറെ അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അയാൾ PLOയുടെ ഒരു സഹായിയാണ്. അയാൾ തികഞ്ഞ മൂളിച്ചേരാണ്. 41 വർഷത്തിലാണ് അയാൾ പുറത്തുവിടുന്നത്. 40 വർഷം ജയിലിൽ കിടന്നു. 1984 ഇത് എത്രയാണ്? ഇത് 2025 ആണ്. 2025 പുറത്തുവിട്ടപ്പോൾ അയാളോട് പത്രക്കാർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, ലോകത്ത് ഏറ്റവും മരിച്ചുപോയ ജനത മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന ആളുടെ ജനതയാണ് ഇപ്പോൾ. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വെളിപ്പെടുന്നത്. അയാളെയുമായി നമുക്കില്ല. എന്താണ് പറയേണ്ടത്? ഞാൻ പറയേണ്ട എന്താ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഞാൻ ഒന്നുമില്ല. എത്ര കൊല്ലപ്പേള് ഞാൻ നെറ്റിലെടുത്തു. ഫ്രാൻസ് ഈ ആഴ്ച പുറത്തുവിട്ടു. ഈ ആഴ്ച ഞാൻ അയാളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നു ഇൻഷാ അല്ലാഹ്. ജോർജ് അബ്ദുള്ള ഇബ്രാഹിമിനെ ഈ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടു. ഫ്രാൻസ് എത്ര കൊല്ലം വെളിച്ചം കാണാതെ ഇരുട്ടായി കാണുന്നു. എത്ര കൊല്ലം? 40 കൊല്ലം 41 കൊല്ലം ജയിലിൽ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് നിങ്ങളുടെ വീക്ഷണം എന്ന് ചോദിച്ചു പലസ്തീനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു, പലസ്തീന് മോചനം ഉണ്ടാവണമെങ്കിൽ അവരുടെ സഹോദരന്മാർക്ക് ബോധം ഉണ്ടാവണം. കാരണം അവർക്ക് ബോധമില്ല, അവർ മരിച്ചുപോയി. എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന ലോകം കണ്ട വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ്. അവർ മരിച്ചു കിടക്കുക, നൂറ്റാണ്ടിലേറെയായി മരിച്ചു കിടക്കുക. അതാ പറഞ്ഞത്, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി മരിച്ചതാണ്. അയാൾക്ക് ടോക്കോട്ടും കൈയൊക്കെ ഇട്ട് നല്ല ജെന്റിൽമാനായി അറസ്റ്റ് ചെയ്ത് അമ്മ വെച്ച് കൊണ്ടുപോകുന്ന ഫോട്ടോ നെറ്റിലുണ്ട്. താടിയൊക്കെ തയ്യച്ചു വയസ്സനായി. ഇപ്പൊ ജയിലിൽ ഫോട്ടോ നെറ്റിലുണ്ട്. നോക്കി ആവശ്യമില്ലാതെ കുറെ നെറ്റിലും കളിക്കുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ബോധം പോലും മുസ്ലിമി ഇല്ലാതെ വന്നാൽ ഞാൻ പിന്നെ ഈ 2 ദിവസത്തിന്റെ ചിന്ത എന്താ മുസ്ലിമികൾ കിട്ടിയത്? മുസ്ലിമീങ്ങൾക്ക് ദീൻ നഷ്ടപ്പെടുകയും തഹജ്ജുദ് കിട്ടുകയും ചെയ്തു. പണ്ടുള്ള ആൾക്ക് ദീനുണ്ട്, തഹജ്ജുദില്ല. അവർക്ക് നേരത്തെ പണി, അവർക്ക് തഹജ്ജുദ് നേരല്ല. നമുക്ക് പകൽ ഉറങ്ങണം പണിയാതുകൊണ്ട് രാത്രി തഹജ്ജുദിന് ബുദ്ധിമുട്ടില്ല. നമുക്ക് പണിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ മഹാന്മാരായി ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ട്. ഇതേ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച ക്ലാസ് കണ്ടില്ല, പണി വേണം സാർ, അർജന്റായിട്ട്. അപ്പം നന്നാഴ്ച ചിലർ സ്ഥിരമായി വരുന്നുണ്ട്, അവർക്ക് സ്ഥിരമായി പണിയില്ല. ഒരു പണിയില്ല. തഹജ്ജുദ് കഴിഞ്ഞ 13 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾക്ക് ഇത്ര തഹജ്ജുദില്ല. ഇപ്പൊ തഹജ്ജുദില്ലാത്തൊരു വീടില്ല, ദീനില്ല. എന്തുണ്ട്? തഹജ്ജുദുണ്ട്. ഒരു അറബ് രാജ്യത്ത് നിന്ന് ലീവിൽ വന്ന ഒരാൾ ഈ ആഴ്ച എന്നെ കണ്ടു. അതുകൊണ്ട് എന്താ ഇനി ഒറ്റ കേസ് പറഞ്ഞ ആളെ തെളിവോട് കൊടുക്കണം. അയാൾ എന്നോട് ചെവി പറഞ്ഞു, അതെ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല. ലോകത്തെ ഏറ്റവും വ്യഭിചാരം നടക്കുന്ന നാട് ഇന്ന് അറബ് നാടാണെന്നത് എന്റെ അനുഭവ സാക്ഷ്യം. അത്രയും നശിച്ചു ഈ ആഴ്ച. അള്ളാഹു സാക്ഷിയാണ്. അത് നമ്മളെ കത്തിരക്ഷിക്കട്ടെ. രാജ്യത്തുണ്ട് വ്യഭിചാരമുണ്ട്, നമുക്ക് മനസ്സിലാക്കും വ്യഭിചാരമുണ്ട്. ഈ കൂട്ടത്തിലുണ്ടാവാൻ 90% സാധ്യതയുള്ള ഒരു വ്യക്തി. ഈ പോയിന്റ് അതിനാണ് വീട്. ഒറ്റ ചോദിച്ചാൽ പറഞ്ഞുതരാം. അയാൾ നിങ്ങളോട് പറയും, അയാൾക്ക് സൂക്കിലാണ് പണി. ഒരു അറബ് നാട്ടിൽ സൂക്കിലാണ് അയാൾക്ക് പണി. അള്ളാഹു നമ്മളെ കത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. കുറച്ച് ആളുകൾ ഇപ്പൊ നാളെ പുറത്ത് മറുപടി കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ? അരിയത്തിൽ അല്ലോ ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ കുറച്ച് മഹാന്മാർ ഇറങ്ങാറുണ്ട്. അറബിയെ കുറ്റം പാടില്ല എന്ന് പറയാൻ പാടില്ല. അരിയത്തിലുണ്ട്. എനിക്ക് അവിടെ പോയി പറഞ്ഞോളാം. എന്നോട് പറയുന്നത് എനിക്ക് അന്തം വേണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ ഹദീസ് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്റെ വിഷയം എന്താണ്? അള്ളാഹു മനുഷ്യന്റെ കൽബിലെ കിതാബ് 1000 താഴെയൊക്കെ കൂട്ടി തിരികിച്ച് ഒരു കാര്യമില്ല. എന്റെ കൽബിൽ ആര് വേണം? അള്ളാ. ചേകനൂരിനോട് വാദപ്രതിവാദം നടത്താൻ പോയിട്ട് തോറ്റു പോകുന്നുണ്ട് ഉസ്താദ്. കാപ്പിൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ആ വാക്കുകൾ മറ്റേ പേര് പറയുമ്പോൾ പറയല്ലോ. സമസ്തയുടെ കേന്ദ്ര മുഷാവറ അമ്മായി വെച്ചുപോയി ഹിന്ദുസ്ഥാൻ കാപ്പിൽ മുസ്ലിയാർ. ആ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അലിഫ് പഠിപ്പിച്ച ഹിന്ദുസ്ഥാൻ പഠിപ്പിച്ചതാ. ആ മനുഷ്യൻ തോറ്റു പോകുന്നു. ആരോട് വാദപ്രതിവാദം നടത്താൻ പോയി? അസമൂലിൽ വരേണ്ടിയിരുന്നു. അസമൂലിൽ സന്ദർഭവശാൽ എത്തിയില്ല. കാളികാവില് പിന്നെ ഉസ്താദാണ് കയറുന്നത്. ഉസ്താദ് തോറ്റുപോയി. കാരണം ഉസ്താദിന്റെ വർത്തനം പറഞ്ഞില്ല. വാചക കസത്തിന്റെ ആശാന ആര്? ചേകനൂർ തോറ്റുപോയി. ചേകനൂർ ജയിച്ചു, ഉസ്താദ് തോറ്റുപോയി. ഇസ്രായേലിൽ ചിന്തിക്ക്. മറ്റൊരു പേരോ അയാൾ കൽക്കി കുടിച്ച കിതാബ് ഈ ആൾ കൽക്കി കുടിച്ചിട്ടില്ല. ചേകനൂർ കൽക്കി കുടിച്ച അത്ര കിതാബ് ഹിന്ദുസ്ഥാൻ കുടിച്ചിട്ടില്ല. ഹിന്ദുസ്ഥാനെ പേരായിട്ടാണ് അവരെ സ്ഥാനം കേജ്രിയെ മന്ത്രി മുസ്ലിയാണ് നബറുല്ലാഹു മർഖദു. അവരെ സ്ഥാനം ഷെയ്ഖ് ശംസുൽ റഹ്മത്തുള്ളാഹി. അവരെ സ്ഥാനം ഷെയ്ഖ് കങ്ങേറ്റ. അവരെ സ്ഥാനം ഖുതുബിയാൻ നബറുല്ലാഹു മർഖദു. അല്ലാഹുവിലേക്ക് ദർജ ചെയ്തു കൊടുക്കട്ടെ. അപ്പുറത്തുള്ളവനും ചിന്തിക്കണം. കങ്ങേറ്റിന്റെ ദർസിൽ ചേകനൂർ പഠിക്കാൻ വന്നു. കണിയത്ത് ആർക്കും ആദ്യം നോക്കും പഠിച്ചോന്നാകും. അപ്പുറത്ത് വേറെ അബ്ദുള്ള എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അബ്ദുള്ളയും ചേകനൂർ ചങ്ങായിപ്പോൾ പറഞ്ഞു, അബ്ദുള്ളയോട് പറഞ്ഞു, അവനോട് ചങ്ങാത്തം കെട്ടണ്ട കേട്ടോ, അവനോട് ചങ്ങായിയാക്കാൻ പറ്റൂല. അന്ന് ചേകനൂരായിട്ടില്ല. ദർസ് പഠിക്കുന്ന കാലത്ത് ആര്? കണ്ണിയത്ത്. ഇതിന്റെ സ്ഥലനോട് പറഞ്ഞു. കാപ്പിൽ മുസ്ലിനെ എന്നോട് പലവട്ടം പറയാൻ പറഞ്ഞു. എന്താ പറഞ്ഞ മനസ്സിലായില്ല. പഠിക്കുന്ന കാലത്ത് കണ്ണിയത്ത് പറഞ്ഞു, അവനോട് ചങ്ങായിത്തം കെട്ടണ്ട. അത് ശരിയില്ല, അവൻ പഠിച്ചോട്ടെ.
എന്നോട് ഇൽമ കഴിക്കാൻ വന്നിട്ട് ഞാൻ ഇൽമ കൊടുത്തിട്ടില്ല, എന്റെ ഒരാൾക്ക് കിടക്കണ്ട, റബ്ബ് എന്റെ എനിക്ക് ഇൽമ കൊടുത്തുന്നു, അവനെ ഞാൻ ഇതാക്കിയിരുന്നല്ലോ എന്ന് നാളെ റബ്ബ് പറയുമ്പോ ഞാൻ പരാജയപ്പെടണ്ട. വലിയവർക്കൊക്കെ കൊടുക്കാൻ എന്നോട് പറഞ്ഞേ ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓരോട് ഇച്ചിരി കൂടണ്ട, അതെന്നാവില്ല. പിന്നെ കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടാണ് ചേരലാണ്. 1000 കിതാബ് കൽക്കി കുടിച്ചിട്ടൊന്നും കാര്യല്ലടാ. കൽബിൽ ആര് വേണം? അല്ലാഹ്. തൊപ്പില്ല, താടിയില്ല, തലയെ കിട്ടൂല, പക്ഷെ കൽബിൽ ആരുണ്ട്? അല്ലാഹ്.